ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നൊരു ബ്രൈഡൽ വർക്കിന് പോവാണ്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത്. എനിക്ക് വർക്കുള്ളത് മലപ്പുറത്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞാൻ ഒറ്റക്കാണ് ഇവിടുന്ന് പോണത്. താനൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വരും. ഓക്കെ, അപ്പോൾ ഞാൻ തലേ ദിവസമാണ് ഇവിടുന്ന് പോണത്. തലേ ദിവസത്തെ ഹൽദീൻ്റെ പ്രോഗ്രാമും ബ്രൈഡിനെ ഒന്ന് ഒരുക്കാനൊക്കെ ഉണ്ട് തലേ ദിവസത്തെ. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയിക്കണം. അപ്പോൾ എൻ്റെ ട്രെയിൻ 11:50 കുറച്ച് ലേറ്റ് ഉണ്ടെന്നൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ട്രെയിൻ കാത്തിട്ടത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ആയാലും ലാസ്റ്റിലേക്ക് പോകണം. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഷീറ്റൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് നല്ല മഴ പെയ്തു. ഞാനാകെ നനഞ്ഞ് കുളിച്ച് പെട്ടെന്നുണ്ടായൊരു മഴയാണ്. ഒരു മുന്നറിയിപ്പും തരാതെ ഒരു മഴ പെയ്തു. അങ്ങനെ ഇതുണ്ട്, നനഞ്ഞ് ആകെ ഒന്നും പറയണ്ട കാര്യങ്ങൾ. ഇങ്ങനെ മഴയ്ക്കൊന്നും ഇങ്ങനെ ഒതുങ്ങി വരുന്നുണ്ട്. അങ്ങനെ ട്രെയിൻ വന്ന് ട്രെയിനിൽ കയറി. സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല തിരക്കായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഏട്ടൻ സീറ്റൊക്കെ തന്നവിടെ ഇരുന്നോന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടില്ലേ. അപ്പോൾ നമ്മൾ താനൂരെത്തിയിട്ട് നോക്കാം. അങ്ങനെ ഞാൻ താനൂർ എത്തിയിട്ടുണ്ട്. ഇതാണ് താനൂർ റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ ഫ്രണ്ട് കറക്റ്റ് സമയത്ത് വരാമെന്നൊക്കെ പറഞ്ഞാൽ, നീ അവിടെ ഇറങ്ങുമ്പോൾ ട്രെയിൻ ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ മുന്നിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞ ആളാണ്. പക്ഷേ അവളെന്നെ ചതിച്ചു ഗൈസ്. താനൂർ എത്തിക്കണ്ട. അങ്ങനെ ഞാൻ അവളെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തിട്ട് ആളെ കാണാനില്ല. ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ വന്നത് എന്നെ പിക്ക് ചെയ്യാൻ. ഇതാണ് ആൾ. കൃത്യനിഷ്ഠത എന്ന് പറഞ്ഞ കുട്ടീനെ കഴിച്ചിട്ടുള്ള ബാക്കി. അപ്പോൾ പെട്ടി പിടിച്ച് പോണത് നമ്മുടെ ബ്രൈഡിൻ്റെ കുടുംബത്തിലത്തെ ഒരാളാണ് കേട്ടോ. അവർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ നമ്മളെ ബ്രൈഡിൻ്റെ വീട്ടിലൊക്കെ എത്തി. ഒക്കെ നമ്മളെ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യാണ്. തലേ ദിവസം ആയതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ ആൾ വന്നിട്ട് ക്യാമറാമാനൊക്കെ വന്ന കാരണം പെട്ടെന്നുള്ളൊരു വർക്കായിരുന്നു കേട്ടോ. ഹെയറൊക്കെ കണ്ടില്ലേ, ഹെയർ ഫുൾ ഓയിലായിരുന്നു. ഞാൻ വരുമ്പോഴേക്കും ഷാമ്പു വാഷൊക്കെ ചെയ്ത് നിൽക്കുന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ച പോലെ ഹെയറൊന്നും സെറ്റായിട്ടില്ല. തലേ ദിവസത്തെ ലുക്കാണ് കേട്ടോ ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഹൽദീൻ്റെ പ്രോഗ്രാമായിരുന്നു കേട്ടോ. വീട്ടിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നെറ്റിൻ്റെ ഒരു സാരി, ഇതാണ് ലുക്ക്. നൈറ്റിലുള്ള ലുക്കാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു സാരി പോലെ അങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഹെയർ തലേ ദിവസത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ 6 മണിക്ക് ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് റിയൽ ലുക്ക് കേട്ടോ ആ ബ്രൈഡിൻ്റെ. അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ലെൻസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും ക്യാമറയിൽ കിട്ടിയിട്ടില്ല. വീഡിയോ എടുക്കാൻ ഒരാളെ അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ കാണിച്ചു തന്നില്ല നേരത്തെ, എന്നെ പിക്ക് ചെയ്യാൻ വന്ന ആൾ. അപ്പോൾ അവളാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പകുതിയാണ് ഉണ്ടാവുള്ളൂ കേട്ടോ വീഡിയോയിൽ, കാര്യമാക്കണ്ട. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസറും സെറവും ഒക്കെ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലുക്ക് നോക്കാം. തലേ ദിവസമൊക്കെ നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ. എല്ലാവരും പാട്ടും ഡാൻസും കളിയും ഹൽദീൻ്റെ പ്രോഗ്രാമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ മലപ്പുറത്തുകാർ എന്ന് പറഞ്ഞാൽ പ്രത്യേകം എടുത്ത് പറയേണ്ട ആൾക്കാരാണ്. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അല്ലേ മലപ്പുറത്തുകാർ. ഭയങ്കര സ്നേഹമാണ് എല്ലാവർക്കും. എല്ലാവരും നല്ല ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്.
കുറേ പേരിനെ പരിചയപ്പെടാൻ പറ്റി. ബ്രൈഡിൻ്റെ തന്നെ കുടുംബക്കാരെ ഒരുപാട് പേര് വന്ന് പരിചയപ്പെട്ടു. ബ്രൈഡിൻ്റെ ഇന്നത്തെ ലുക്ക് ഹിജാബ് ആണ് കേട്ടോ. അപ്പോൾ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊന്നുമില്ല. നെക്കിലും അധികമൊന്നും ഞാൻ ഇതാക്കണില്ല. അപ്പോൾ നെക്കൊന്നും നമുക്ക് കാണില്ല, ഫേസ് മാത്രമാണ് പുറത്തേക്ക് കാണുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു, ഇന്നത് വേണം എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഹിജാബൊക്കെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഓർണമെൻറ്റ്സും സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ആൾ ചിരിക്കുന്നുണ്ടെന്ന് തന്നെ ഉള്ളൂ, ഫുള്ള് ടെൻഷൻ്റെ ആളാണ്. മുഖം കാണുമ്പോൾ അറിയണില്ലേ, ഫുള്ള് ആൾ ഭയങ്കര ടെൻഷനാണ്. ഏകദേശം നമ്മുടെ വർക്കൊക്കെ കഴിയാനായി. ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓൾ കേരള നമ്മുടെ സർവീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കോൺടാക്റ്റ് നമ്പർ ഞാനതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻ്റ് ആയിട്ട് ഇടുക കേട്ടോ. താങ്ക് യു.